അച്ഛനെയും അമ്മയും കൂട്ടി എങ്ങോട്ടേലും യാത്ര പോകണമെന്ന് എന്നെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ ഞാനൊരു ആഗ്രഹം സാധിച്ചെടുത്തതിനെ പറ്റിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. എങ്ങോട്ട് പോകാൻ വിളിച്ചാലും വീട്ടില് പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, പശുവുണ്ട് എന്നൊക്കെ പറയുന്ന പേരൻസ് നിങ്ങൾക്കുണ്ടോ? എന്നാ എനിക്കുണ്ട്. എന്റെ പേരൻസ് അങ്ങനെയാണ്. ഇന്ന് ഞങ്ങൾ 3 പേരൂടെ മാക്സിമം ട്രൈ ചെയ്ത് അവരെ വിളിച്ചുകൊണ്ട് ദാ പാഞ്ചാലിമേട് കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. എന്റെ വീട്ടിൽ നിന്ന് വെറും 39 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ട് ദൂരമുള്ളൂ. ഒരു 1-1.25 മണിക്കൂർ കൊണ്ട് നമുക്കിവിടെ എത്താം. വനവാസ സമയത്ത് പഞ്ചപാണ്ഡവന്മാർ പാഞ്ചാലിയും ഒക്കെ ഇവിടെ വന്നു ഇവിടെ വെടിവെച്ചു എന്നും ഒക്കെയാണ് ഒരു ഐതിഹ്യമുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് പാഞ്ചാലി മേട് എന്ന് പറഞ്ഞ് പേരിട്ടേക്കുന്നത്. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, കുറച്ചേ ഉള്ളൂ. പിന്നെ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു ദേവീ ക്ഷേത്രമുണ്ട്. വൈകുന്നേരമാണ് വരുന്നതെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ അടുത്ത് നിങ്ങൾക്ക് സൺസെറ്റ് കാണാൻ പറ്റും. ഇതുപോലെ നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. പക്ഷെ ഇവിടേക്ക് അധികം ആൾക്കാരൊന്നും വരാറില്ല. അതായത് ഈ ക്ഷേത്രത്തിന്റെ അടുത്തോട്ട് അധികം ആൾക്കാരൊന്നും വന്ന് കണ്ടില്ല. എല്ലാവരും മെയിൻ ആയിട്ടുള്ള ഒരു മലയിലോട്ടാണ് കയറി പോകുന്നത്. ഇവിടെ നോക്കിയ കുറേ മലനിരകളൊക്കെ കാണാൻ കേട്ടോ. ഇനി നമുക്ക് ഈ ക്ഷേത്രമുള്ള മല ഇറങ്ങിയിട്ട് അടുത്ത മല കയറാൻ പോവാം. ഞാനിങ്ങനെ മല മല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഒരുപാടുണ്ട് എന്ന്. ആകെ കുറച്ചേ ഉള്ളൂ നടക്കാന്. പിന്നെ ഇവര് കുറെ പാത്തായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഷ്ടംപോലെ കൽമണ്ഡപങ്ങളൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട്, നിങ്ങൾക്ക് കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കാനൊക്കെ ആയിട്ടും കുറെ കൽമണ്ഡപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ഒരു 5 മണി കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് ക്ലോസ്ഡ് ആയിരുന്നു. ഇതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ നല്ല ഭംഗിയാണ്. ഞങ്ങൾ വന്ന സമയത്ത് അത്യാവശ്യം നല്ല മോഡൽ ഉണ്ടായിരുന്നു. ഒരു മഴയ്ക്കൊക്കെ സാധ്യതയുള്ള സമയത്തായിരുന്നു ഞങ്ങൾ വന്നത്. എന്താണെങ്കിലും നല്ല ഭംഗിയായിരുന്നു. ഇനി ഞങ്ങളിങ്ങനെ നടന്ന് അതിന്റെ ടോപ്പിലെത്തിയപ്പോഴത്തേനും ചെറുതായിട്ടൊരു ഇടി വെട്ടി. അപ്പൊ ഞങ്ങൾ അവിടുന്ന് ഒറ്റ ഓട്ടമായിരുന്നു എല്ലാവരുടെ. ഇതൊരു അടിപൊളി ട്രിപ്പായിരുന്നു ഗൈസ്. ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു. അപ്പൊ എല്ലാരും ഇതൊരു മോട്ടിവേഷൻ ആയിട്ട് എടുത്ത് എല്ലാരും അവരുടെ വീട്ടുകാരെയും കൊണ്ട് ട്രിപ്പ് പോകണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.